ഭീകരവാദ സംഘടനകളുടെ പറുദീസ എന്ന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. പണവും പാലും കൊടുത്ത് പാകിസ്ഥാൻ വളർത്തിയ 12ഓളം സംഘടനകളിൽ ശക്തമാണ് തെഹ്രിക്-ഇ-താലിബാൻ പാകിസ്ഥാൻ. അഫ്ഗാൻ താലിബാന്റെ പിന്തുണയോടെ പാകിസ്ഥാനിൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന TTPയുടെ ആക്രമണങ്ങളിൽ പൊറുതിമുട്ടുകയാണ് പാക് ഭരണകൂടം. ഇതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. ഇരുപക്ഷത്തെയും സൈനികർ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. തങ്ങൾ വളർത്തി വലുതാക്കിയ താലിബാനെതിരെ തിരിയുവാൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ നിർബന്ധിതരായത്? അതിനെക്കുറിച്ചാണ് അടുത്ത വാർത്ത. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തപ്പോൾ അതിനെ പ്രകീർത്തിച്ചവരാണ് പാകിസ്ഥാൻ ഭരണകൂടവും ജനങ്ങളും. അഫ്ഗാനെ ബന്ധിപ്പിച്ചിരുന്ന അടിമത്തത്തിന്റെ ചങ്ങല തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നാണ് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ താലിബാൻ മുന്നേറ്റത്തെ വാഴ്ത്തിയത്. എന്നാൽ 4 വർഷങ്ങൾക്കിപ്പുറം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധങ്ങൾ മാറിമറിയുകയാണ്. പരസ്പരം ആക്രമിക്കുന്നതിലേക്ക് പാക് അഫ്ഗാൻ ബന്ധം വഷളായി. അഫ്ഗാനിൽ താലിബാൻ തിരിച്ചെത്തിയതോടെ പാകിസ്ഥാനിലെ ഭീകര ആക്രമണങ്ങൾ 10 മടങ്ങ് വർദ്ധിച്ചുവെന്നാണ് പാക് ഭരണകൂടത്തിന്റെ പ്രധാന ആരോപണം. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ കൂടുതലും പ്രവർത്തിച്ചത് TTP എന്ന തെഹ്രിക്-ഇ-താലിബാൻ പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പായിരുന്നു. വ്യത്യസ്ത സംഘടനകളെങ്കിലും ആശയപരമായി സമാന ലക്ഷ്യങ്ങളുള്ളവരാണ് താലിബാനും തെഹ്രിക്-ഇ-താലിബാൻ പാകിസ്ഥാനും. TTPക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതും താലിബാനാണ്. അഫ്ഗാനിലെ പോലെ പാകിസ്ഥാനിലും ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുകയാണ് തെഹ്രിക്-ഇ-താലിബാന്റെ ലക്ഷ്യം. തങ്ങൾ വളർത്തിയെടുത്തവർ തന്നെ സ്വന്തം ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വെല്ലുവിളി ഉയർത്തിയപ്പോൾ ഉച്ചതൊട്ട് കൈകൊണ്ടു തന്നെ ഉദകക്രിയ ചെയ്യുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് രാജ്യത്തെ സ്വൈരജീവിതം തകർക്കുന്ന തെഹ്രിക്-ഇ-താലിബാൻ പാകിസ്ഥാന്റെ അഫ്ഗാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളെ തകർക്കാൻ സൈന്യം തയ്യാറായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച അഫ്ഗാനിസ്ഥാനിലെ പക്തിക മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 46 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഭിന്നത രൂക്ഷമായതും പരസ്പരം ഏറ്റുമുട്ടലിലേക്ക് നയിച്ചതും. പാക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്ന് അഫ്ഗാൻ സർക്കാർ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തെ താലിബാൻ സർക്കാർ അപലപിക്കുകയും പാകിസ്ഥാന്റെ നീക്കം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്ന് പ്രതികരിക്കുകയും ചെയ്തു. പാക് നീക്കത്തിനെതിരെ തിരിച്ചടിയുണ്ടാകുമെന്ന് സാമൂഹ്യമാധ്യമത്തിൽ മുന്നറിയിപ്പ് നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അഫ്ഗാനിസ്ഥാൻ നടപ്പാക്കുകയും ചെയ്തു. പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ താലിബാൻ നടത്തിയ ആക്രമണത്തിൽ 19 സൈനികരും 3 അഫ്ഗാൻ സിവിലിയന്മാരും കൊല്ലപ്പെട്ടതായി താലിബാൻ അനുകൂല മാധ്യമമായ ഹ്യൂറിയർ ഡെയിലി റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാന്റെ 2 സൈനിക പോസ്റ്റുകളുടെ നിയന്ത്രണം അഫ്ഗാനിസ്ഥാൻ കൈക്കലാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ US സൈനികർ ഉപേക്ഷിച്ചു പോയ ആധുനിക യുദ്ധോപകരണങ്ങൾ TTPയുടെ കൈവശം എത്തിച്ചേർന്നത് അതിർത്തിയിലെ പാകിസ്ഥാൻ സൈനികർക്ക് വൻ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇതിനിടെ പാക് ചാര സംഘടനയായ IAI മേധാവി ലഫ്റ്റനന്റ് ജനറൽ അസിം മാലിക് തജിക്കിസ്ഥാൻ സന്ദർശിച്ചത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെയും നേതൃത്വത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. 2021 താലിബാൻ ഭരണം പിടിച്ചപ്പോൾ അന്ന് പ്രസിഡന്റായിരുന്ന അഷ്റഫ് ഗാനിയെ പിന്തുണയ്ക്കുന്നവരും താലിബാൻ വിരുദ്ധരും കൂട്ടത്തോടെ അഭയം പ്രാപിച്ചത് തജിക്കിസ്ഥാനിലായിരുന്നു. തജിക്കിസ്ഥാൻ പ്രസിഡന്റ് ഇമോമാലി റഹ്മാൻ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ പരസ്യമായി എതിർത്തുപോയിരുന്നു. താലിബാൻ വിരുദ്ധ വിഭാഗങ്ങളുടെ ശക്തി കേന്ദ്രമായ തജിക്കിസ്ഥാനുമായി പാകിസ്ഥാൻ അടുക്കുന്നതിനെ അങ്കലാപ്പോടെയാണ് അഫ്ഗാൻ സർക്കാർ നിരീക്ഷിക്കുന്നത്. അഫ്ഗാൻ താലിബാൻ തെഹ്രിക്-ഇ-താലിബാൻ നൽകിവരുന്ന പിന്തുണ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശത്രുവിന്റെ ശത്രുവിനെ കൂട്ടുപിടിക്കുമെന്ന സന്ദേശമാണ് ISI മേധാവിയുടെ തജിക്കിസ്ഥാൻ സന്ദർശനത്തിലൂടെ താലിബാൻ പാകിസ്ഥാന് നൽകുന്നത്. പാകിസ്ഥാനിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന TTP നടത്തിയ അനവധി ഭീകര ആക്രമണങ്ങളിൽ ഒട്ടേറെ പേരാണ് കൊല്ലപ്പെട്ടത്. 2022 അപേക്ഷിച്ച് 2023 ഭീകര ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ 56% വർധന പാകിസ്ഥാനിലുണ്ടായി. 10 വർഷത്തിനിടെ പാകിസ്ഥാൻ സൈന്യത്തിനേറ്റ് വലിയ തിരിച്ചടിയാണ് 2024 ഉണ്ടായതെന്ന് ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2024 950 ഭീകരവാദികളെയാണ് സൈന്യം വധിച്ചത്. ഭീകരരുടെ ആക്രമണത്തിൽ 527 സുരക്ഷാ സേനാംഗങ്ങളും 489 സാധാരണക്കാരും കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന ഡ്യൂറൻ അതിർത്തി തർക്കം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അതിർത്തി സുരക്ഷയ്ക്കായി പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ ശ്രമങ്ങളെ അഫ്ഗാനിസ്ഥാൻ എതിർത്തിരുന്നു. 2000-ലേറെ കിലോമീറ്റർ ദൂരമുള്ള അതിർത്തിയിൽ കമ്പിവേലി കെട്ടി സുരക്ഷയൊരുക്കുന്ന പാകിസ്ഥാൻ നടപടിയെ ഇരു രാജ്യങ്ങളിലെ ഗോത്ര സമൂഹങ്ങളും ശക്തമായി എതിർക്കുന്നു. തലമുറകളായുള്ള ബന്ധങ്ങളെ അതിർത്തിവേലി വെട്ടിമുറിക്കുമെന്നാണ് ഗോത്രവിഭാഗങ്ങളുടെ എതിർപ്പിനു കാരണം. ഈ എതിർപ്പുകളെ തങ്ങൾക്ക് അനുകൂലമാക്കി അവരുടെയെല്ലാം രക്ഷാസ്ഥാനമാണ് ഇപ്പോൾ TTP ലക്ഷ്യം ഇടുന്നത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വരുമ്പോൾ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത്. എന്നാൽ അഭയാർത്ഥി പ്രവാഹവും അതിർത്തി തർക്കവും ഭീകരവാദവുമെല്ലാം അഫ്ഗാൻ പാക് മണ്ണിലേക്ക് കയറ്റിവിടുന്നു എന്നാണ് പാക് സർക്കാർ കുറ്റപ്പെടുത്തുന്നത്. അതിർത്തി കടന്നുള്ള തീവ്രവാദം തടയുവാൻ നടപടിയെടുക്കണമെന്ന് താലിബാൻ സർക്കാരിനോട് പാകിസ്ഥാൻ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ഫലമില്ലാതെ വന്നതോടെയാണ് അഫ്ഗാനെതിരെ നടപടികൾക്ക് നിർബന്ധിതരായത്. വിസ, വ്യാപാര നിയന്ത്രണങ്ങൾക്ക് പുറമെ രേഖകളില്ലാതെ പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്ന 5 ലക്ഷത്തോളം അഫ്ഗാനിസ്ഥാനികളെ പുറത്താക്കുകയും ചെയ്തു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമായി. തെഹ്രിക്ക് താലിബാൻ കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് അഫ്ഗാൻ ഭരണകൂടത്തിന്റെ അറിവോടെയാണെന്നാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്. 90കളിൽ താലിബാന്റെ തുടക്കകാലം മുതൽ അവരെ പിന്തുണച്ചു വന്നവരാണ് പാകിസ്ഥാൻ സർക്കാർ. ഒടുവിൽ പാലുകൊടുത്ത കൈയിൽ തന്നെ കൊത്തേറ്റതിന്റെ പിടച്ചിലാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന് എന്നും തലവേദനയായ ബലൂചിസ്ഥാൻ വിമോചന പോരാളികളും തെഹ്രിക്ക് താലിബാനും കൈകോർക്കുന്നുവെന്ന സൂചനകളും അടുത്ത കാലത്ത് പുറത്തുവന്നിട്ടുണ്ട്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഇറാനുമായുള്ള പാകിസ്ഥാന്റെ ബന്ധവും അത്ര മികച്ചതല്ല. ഇറാനിയൻ ഭീകരർക്ക് പാകിസ്ഥാൻ അഭയമൊരുക്കുന്നു എന്നാരോപിച്ച് ബലൂച്ച് മേഖലയിൽ കഴിഞ്ഞ വർഷം ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും പാകിസ്ഥാൻ അതിന് തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സംഘർഷം രൂക്ഷമാകാതെ നോക്കുവാൻ ഇരു രാജ്യങ്ങൾക്കുമായി. അഫ്ഗാനുമായി അതിനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സൈനികമായി പാകിസ്ഥാനുമായി കൊമ്പുകോർക്കുവാനുള്ള കരുത്ത് താലിബാനില്ല. മാത്രമല്ല, വ്യാപാരമടക്കമുള്ള പല കാര്യങ്ങളിലും പാകിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ അഫ്ഗാനിസ്ഥാന് കഴിയുകയുമില്ല. അതിനാൽ പകരത്തിനു പകരം തിരിച്ചടിച്ച് പിൻവാങ്ങാനായിരിക്കും താലിബാൻ ഭരണകൂടം ശ്രമിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിന്റെ നീക്കം അഫ്ഗാൻ ജനതയിൽ പാകിസ്ഥാൻ വിരുദ്ധ വികാരം കൂടുതൽ രൂക്ഷമാക്കുന്നതായാണ് റിപ്പോർട്ട്. അതുപക്ഷേ പാകിസ്ഥാന് ഭാവിയിൽ കൂടുതൽ തിരിച്ചടിയായേക്കാം.